നിങ്ങളൊരു ഹനഫി മദ്ഹബിന്റെ ആളോട് ചോദിച്ചു നോക്കൂ, എന്താ സുഹൃത്തെ നിങ്ങൾ നമസ്കാരത്തിൽ ബുഖാരിയിൽ ഞാൻ നിങ്ങൾക്ക് 17ഓളം സഹാബിമാരിൽ നിന്ന് തെളിവ് കാണിച്ചു തരാം, ബൈഹഖി ഇമാം 30ഓളം സഹാബിമാരിൽ നിന്ന് തെളിവുദ്ധരിച്ചത് കാണിച്ചു തരാം. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയല്ലേ നിസ്കരിച്ചത്, അത് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ തെളിവ് കാണിച്ചു തരാം എന്ന് പറഞ്ഞാലും ഹനഫി മദ്ഹബിന്റെ ആൾ നിങ്ങളോട് ചൂടാവും. അവൻ പറയും, നീ എന്നെ ഈന് പഠിപ്പിക്കാൻ വന്നതാണോ, നിന്നേക്കാണ് വലിയ മുല്ലമാരെനിക്ക് ദീന് പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഹനഫി മദ്ഹബുകാരനാണ്, ഞാൻ പഠിച്ച മദ്ഹബിൽ കൈ ഉയർത്തൽ സുന്നത്തിൽ എന്ന് മാത്രമല്ലാതെ അനാചാരവുമാണെന്ന് ഹനഫി മറുപടി പറയുമ്പോ നമുക്കിവിടെ വിനീതമായി ചോദിക്കാനുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്കാരോടാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സുഹൃത്തുക്കൾ ചിന്തിച്ചു നോക്കട്ടെ, മൗദൂദ് സാഹിബും ജമാഅത്തുകാരും പറയുന്നത് ഞങ്ങളിൽ ഹനഫികളുണ്ട്, മുഖല്ലിദുകളുണ്ട്, ഷാഫികളുണ്ട്, ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുമെന്നാണല്ലോ. എങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഇത് അംഗീകരിക്കുക? ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കണം എന്നൊരു ഭാഗത്ത് പറയുന്ന ജമാഅത്തുകാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വ്യക്തമായ കൽപ്പനയുണ്ടായിട്ടും അത് അംഗീകരിക്കാതെ കൈ ഉയർത്താതെ നിസ്കാരം ജീവിതാന്ത്യം വരെ അങ്ങനെ തന്നെ നിസ്കരിക്കുന്ന ഹനഫിയെ പൊറുപ്പിക്കുന്നത് ഏതു നിലക്കാണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മദ്ഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടും പിടിവാശിയോടുകൂടെ ഇന്നും നിർവഹിക്കു വരുന്നതിലാണ്. നേരെ മറിച്ച് ഇമാമിയങ്ങളും സഹാബിമാരും അങ്ങനെയായിരുന്നില്ല. അവർക്ക് തെളിവെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഴയ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുവാനോ ആ അഭിപ്രായം പറഞ്ഞ വ്യക്തിയുടെ പിന്നാലെ പോകുവാനോ അവരാരും തയ്യാറായിട്ടില്ല. അവർക്ക് പ്രമാണമായിരുന്നു വലുത്. ഇന്ന് അങ്ങനെയല്ല, തെളിവ് കിട്ടിയാലും ശരി എന്റെ ഇമാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്റെ മദ്ഹബിൽ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ എന്ന അന്ധമായ അനുകരണം എന്ന് പറയുന്ന മുഖല്ലിദീങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയാണ് ജമാഅത്തുകാർക്കുള്ളതെങ്കിൽ അതൊരു ശരിയായ വിശാലതയല്ല എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, വേറൊരു ഉദാഹരണം പറയാം. നിസ്കാരത്തിൽ നിർബന്ധമായൊരു സംഗതിയാണ് എഴുത്തിദാല്. എഴുത്തിദാല് എന്ന് പറഞ്ഞാൽ എന്താണ്? റുകൂഇൽ നിന്ന് ഉയർന്ന് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേണായി നിൽക്കലാണ്. ആ നൃത്തമില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഇത് സ്വഹീഹായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നൃത്തത്തിൽ പറയേണ്ട പ്രാർത്ഥനയും റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാലോ ഹനഫി മദ്ഹബ് എടുത്തു നോക്കിയാൽ എഴുത്തിദാല് നിർബന്ധമില്ല. ഒരാൾ റുകൂഇൽ നിന്ന് നേരിട്ടാണ് സുജൂദിലേക്ക് പോയാലും അവന്റെ നിസ്കാരം ശരിയാണ്. റുകൂഇൽ ഇങ്ങനെ ഒരു സുബ്ഹാന റബ്ബിയൽ അദീം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഉയരാൻ തയ്യാറില്ലാതെ വേഗം പോയി സുജൂദിക്ക് തന്നെ നേരിട്ട് ഇത്തിദാലിക്ക് വന്നില്ല, എന്നാലും അവന്റെ നിസ്കാരം ശരിയാണ്. ആരാ? അബൂ ഹനീഫ ലാ യജിബു ബൽ ലൻ ഹത്ത അനിർ റുകൂഇ ഇല സുജൂദി അജ്സഅഹു. അത് നിർബന്ധമില്ല. ഒരാൾ റുകൂഇൽ നിന്ന് നേരിട്ട് സുജൂദിലേക്ക് പോയാലും അവന്റെ നിസ്കാരം ശരിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെങ്ങനെ അംഗീകരിക്കും? പ്രവാചകന്റെ ചര്യ വ്യക്തമായൊരു വിഷയമല്ലേ അത്? എന്നാൽ അബൂ ഹനീഫ ഇമാം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ തെറ്റുണ്ടോ? തെറ്റില്ല. കാരണം എന്താണ്? അദ്ദേഹം മനഃപൂർവ്വം ഈ ഹദീസൊക്കെ കണ്ടിട്ട് ഈ അഭിപ്രായം പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ അത്രേ തെളിവ് കിട്ടിയുള്ളൂ, അതുകൊണ്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. എന്നാൽ അദ്ദേഹം തന്റെ കൈ കഴുകിയിട്ടാണ് പോയത്. ഞങ്ങളുടെ കാലശേഷം നിങ്ങൾക്ക് തെളിവ് കിട്ടിയാൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ തെളിവുകളിലേക്ക് മടങ്ങണേ. അതുകൊണ്ട് ആ ഇമാമിങ്ങൾ ഇതിന് തെറ്റുകാരല്ല, അവരുടെ ഗവേഷണത്തിൽ പറ്റിയ അബദ്ധമാണ്. ഗവേഷണത്തിന് പ്രാപ്തിയുള്ള പണ്ഡിതന്മാര് ഗവേഷണം നടത്തിയിട്ട് ശരിയിലാണ് അവരുടെ ഗവേഷണം അവസാനിക്കുന്നതെങ്കിൽ അവർക്ക് 2 പ്രതിഫലമുണ്ടെന്നും, ഇനി അഥവാ തെറ്റിപ്പോയെങ്കിലും അവർക്ക് ശിക്ഷയില്ല, ഒരു പ്രതിഫലം അവർക്കുണ്ടെന്നും നമുക്ക് വ്യക്തമായി തന്നെ പ്രമാണങ്ങളിൽ കാണാവുന്നതുമാണ്. എന്നാൽ തെളിവുകൾ കിട്ടിയിട്ടും ഒരാൾ ശഠിച്ചു നിൽക്കുകയാണെങ്കിലോ അതാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. ഇന്നത്തെ മദ്ഹബുവാദികൾക്കിടയിൽ നടക്കുന്നത് അതാണ്. റസൂലുള്ള നിസ്കാരത്തിൽ കൈപൊക്കി എന്ന ഹദീസ് കിട്ടിയാലും എഴുത്തിദാല് നിർബന്ധം എന്ന നിലക്കുള്ള ഹദീസ് കിട്ടിയാലും അത് ചെയ്തിട്ടില്ലെങ്കിലും തകരാറില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തമായ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അത് ശരിയല്ല. അവരെ ഉൾക്കൊള്ളാനൊട്ട് സലഫികൾക്ക് കഴിയുകയുമില്ല. ഇനി നിങ്ങൾ നോക്കിക്കോ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായമുണ്ട് ഇസ്ലാമിൽ. മഴയ്ക്ക് ക്ഷാമുള്ള കാലാണല്ലോ. മഴയ്ക്ക് വേണ്ടി നിസ്കാരം എന്ന് പറയുന്ന ഒരു സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ ആ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വലാത്തുൽ ഇസ്തിസ്ഖാഇ ബിദ്അത്തുൻ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം അനാചാരമാണ് എന്ന അഭിപ്രായം. നോക്കണം നിങ്ങൾ, ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇതെങ്ങനെ നമുക്ക് വീക്ഷണ വ്യത്യാസമല്ലേ?
എല്ലാവരും അങ്ങനെ പരസ്പരം അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ എങ്ങനെ കഴിയും? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച മാത്രമായിട്ട് നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കരുത്. ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅ ഇല്ലാ അൻ യസൂമ യൗമൻ ഖബ്ലഹു വ യൗമൻ ബഅദഹു. വെള്ളിയാഴ്ച മാത്രമായിട്ട് ഒരാൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കരുത്. അതിന്റെ മുമ്പോ ശേഷമോ ഉള്ള ദിവസം നോമ്പനുഷ്ഠിച്ചാലല്ലാതെ. സ്വഹീഹായ ഹദീസാണ്. എന്നാൽ മദ്ഹബുകളിലൊക്കെ പല മദ്ഹബുകളിലും പറയുന്നത് എന്താണ്? അവര് പറയുന്നുവെന്ത്, അങ്ങനല്ല, വെള്ളിയാഴ്ച മാത്രമായിട്ടും എടുക്കാം. വസൗമ യൗമിൽ ജുമുഅ ബിൻഫിറാദിഹി മുസ്തഹബ്ബുൻ. വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് സുന്നത്ത് നോമ്പ് എടുക്കുന്നത് നല്ല കാര്യമാണ്. ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് നല്ല കാര്യമാണെന്ന് അഭിപ്രായം. ഇതെങ്ങനെ ഈ വീക്ഷണ വ്യത്യാസമായിട്ട് കാണുക? നമ്മൾ തെളിവുകൾ കിട്ടിയിട്ടും എന്റെ മദ്ഹബിൽ അങ്ങനെയാണെന്ന് ശഠിച്ചു നിൽക്കാൻ പാടില്ല. അതാണ് ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കൂ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ സുന്നത്ത് യാതൊരു വ്യാഖ്യാനത്തിനും പഴുതില്ലാതെ സ്ഥിരപ്പെട്ടു വന്നിട്ടും ഇന്നും മദ്ഹബിനെ പിൻപറ്റുന്ന അന്ധമായി അനുകരിക്കുന്ന ആളുകൾ റസൂലുള്ളാഹിയുടെ ചര്യകളെ കൈയൊഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൈയൊഴിക്കുന്ന ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു വിഷമവുമില്ല. അവരെ എല്ലാം ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ മനസ്സ് വിശാലമാണ്. ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല എന്നാണല്ലോ ജമാഅത്തുകാർ പറഞ്ഞത്. ആ വരി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചിരുന്നു. നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി സാന്ദർഭികമായി ഒന്നുകൂടി ആ വരികൾ നിങ്ങളെ കേൾപ്പിക്കാം. ജമാഅത്തുകാർ എഴുതുകയാണ്, ശാഖാപരമായ തർക്കവിതർക്കങ്ങൾക്ക് ഈ ജമാഅത്തിൽ ഒട്ടും പഴുതില്ല. ഒരാൾ ഷാഫിയോ ഹനഫിയോ മുഖല്ലിദോ ഗൈറു മുഖല്ലിദോ സൂഫിയോ ഫഖീഹോ ആരായിക്കൊള്ളട്ടെ, ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണരൂപത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൽ അയാൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിസ്സംശയം അയാൾക്ക് ഞങ്ങളുടെ സഹയാത്രികനാകാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യവും മാർഗവും എന്ന പുസ്തകത്തിന്റെ പേജ് 47 കാണാം. അപ്പൊ എന്താ പറഞ്ഞത്? ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളും. കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേകമായ അഭിപ്രായങ്ങളോ പക്ഷപാതിത്വമോ ഇല്ലെന്നും, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ഓരോരുത്തർക്കും വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെങ്കിൽ അതുപോലെ ചെയ്തോ എന്നതാണ് ജമാഅത്തുകാരന്റെ കാഴ്ചപ്പാട്. ഏത് വീക്ഷണമുള്ളവരും ഞങ്ങൾ ഉൾക്കൊള്ളും. ഏത് മദ്ഹബുകാർക്കും മദ്ഹബുകളെ നിരാകരിക്കുന്നവർക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാമെന്നും തുടക്കം മുതലേ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തിൽ വിവിധ കർമ്മശാസ്ത്ര സരണികളിൽ വിശ്വസിക്കുന്നവർ ഉണ്ട് താനും. ഇസ്ലാമിൽ അതിന് പഴുതുള്ളതിനാൽ വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഓ റഹ്മാൻ സാഹിബ് എഴുതുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, അത് തന്നെയാണ് മൗദൂദി സാഹിബ് മുമ്പേ പറഞ്ഞതും. മൗദൂദി ഇതിനേക്കാൾ ഒന്നും കൂടി ഉഷാറാക്കി പറഞ്ഞു. എന്താ മൗദൂദി സാഹിബ് എഴുതിയത്? ജമാഅത്ത് എല്ലാ വിഭാഗക്കാരെയും മദ്ഹബുകാരെയും സംഘടനയിൽ ചേർത്തു. അതിൽ അഹ്ലുൽ ഹദീസിൽപ്പെട്ടവരും ബറേൽവികളും ദയൂബന്ദികളുമുണ്ട്. ഷിയാക്കളിൽ നിന്ന് ആരും ജമാഅത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളമുണ്ട്. ജമാഅത്തിൽ റുക്കിനായിട്ടില്ലെങ്കിലും മുത്തഫിക്കുകളായിട്ട് കുറെ ഷിയാക്കളുണ്ട്. അത് ഞങ്ങൾ ഉൾക്കൊള്ളും. ഷിയാക്കളുടെ അഖീദ എന്താണും ഷിയാക്കളുടേതായ അഭിപ്രായങ്ങൾ എന്താണും ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താണ് അതിലടങ്ങിയ അപകടം എന്ന് അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നോക്കൂ, മൗദൂദി സാഹിബ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എന്നാൽ മറ്റേയാൾ വ്യാഖ്യാനിച്ചതുപോലെ മുമ്പ് പല ആൾക്കാരായിരുന്നവര് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് നന്നായി എന്നല്ല. അത് ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ ആ വാചകം. മൗദൂദി സാഹിബ് പറയുന്നു, നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മദ്ഹബ് പ്രകാരം പ്രവർത്തിച്ചോളൂ, പക്ഷേ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നാത്തത് ചെയ്യാതിരുന്നുകൊള്ളൂ, പക്ഷേ മറ്റുള്ളവരും അത് ശരിയായി കരുതാതെ ഉപേക്ഷിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. അപ്രകാരം എല്ലാവരും ചേർന്ന് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന സിദ്ധാന്ത പ്രകാരമാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമായത് തന്നെ. വളരെ വ്യക്തമായില്ലേ? അപ്പൊ ജമാഅത്തുകാരുടെ ഈ തനിനിറം അറിയാതെ ജമാഅത്തിൽ പെട്ടുപോയ വല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിതൊന്ന് ചിന്തിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വളരെ സ്നേഹത്തോടുകൂടെ പറയാൻ, ഈ തനിനിറം അറിയാതെ ജമാഅത്തുകാരുടെ കൂട്ടത്തിൽ ചേർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ നേരായി. നിങ്ങൾ നോക്കൂ, ഈ നിലക്കുള്ള അന്ധമായ തഖ്ലീദാണ് പല ആളുകളിലും കണ്ടുവരുന്നത്. അപ്പൊ ജമാഅത്തുകാർ ചില അവസരങ്ങളിൽ എന്ത് ചെയ്യും? എപ്പോഴും ഒരു പഴുതിടും ചാടി രക്ഷപ്പെടാൻ വേണ്ടി.
എവിടെങ്കിലും കുറെ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ട് പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ അതിനും രക്ഷപ്പെടണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പഴുതിടാറുണ്ട് സാധാരണ ജമാഅത്തുകാർ. അത് ഈ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട്. അവരുടെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ചിലയിടത്ത് കാണാം, ഞങ്ങൾ അന്ധമായ തഖ്ലീദിന് എതിരാണ്. റസൂലുള്ളാഹിയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മദ്ഹബിൽ എങ്ങനെ അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല, അത് തെറ്റാണ് എന്നവർ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യും. അതേ നാവുകൊണ്ട് എന്ന് പറയും, ഞങ്ങളിൽ ബറേൽവികളുണ്ട്, ഞങ്ങളിൽ ശാഫികളുണ്ട്, ഹനഫികളുണ്ട്, മുഖല്ലിദുകളുണ്ട്, ഗൈറ മുഖല്ലിദുകളുണ്ട്. എല്ലാവരും അവരവർക്ക് തോന്നുന്ന മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിച്ചോളൂ, ആരെയും നിർബന്ധിക്കരുതെന്ന് മാത്രം എന്ന് മറ്റേ നാവുകൊണ്ടും പറയും. ഈ പേരിനാണ്, ഓന്തിനെ പോലെ നിറം മാറുന്ന ഈ വാദത്തിനാണ് അവസരവാദം എന്ന് പറയുന്നത്. പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. ഏത് വിഷയത്തിൽ നോക്കൂ ഈ അവസരവാദമാണ് കാണാം. ഏതൊരു വിഷയത്തിൽ എടുത്തു നോക്കിയാലും ഒരിക്കൽ പറഞ്ഞതിന് നേരെ എതിരാണ് പറയും. എന്നാ എന്താണ്, രണ്ടു കൂട്ടരോട് തൃപ്തിപ്പെടുത്താം. അല്ല നിങ്ങളല്ല എങ്ങനെ പറഞ്ഞ്, ഞങ്ങൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ അത് ന്യായീകരിക്കാം, ഇവിടെ ഇത് ന്യായീകരിക്കാം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാഹി പ്രസ്ഥാനം വാസ്തവത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ജനങ്ങളെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. നിങ്ങൾ ഒരു ഇമാമും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഹദീസുകൾ കണ്ടാലും നിങ്ങൾ പിന്നെ ആ വാചകത്തിന്റെ പിന്നാലെ പോയിട്ട് അന്ധമായി നിങ്ങൾ അതിനെ അനുകരിച്ചിട്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തുകളിൽ നിന്ന് മാറുന്ന സമ്പ്രദായം പാടില്ലെന്നും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ മദ്ഹബിൽ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് മടങ്ങൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോ ജമാഅത്തുകാരടക്കമുള്ള ആളുകൾ ഒരു തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്താണെന്നറിയോ തെറ്റിദ്ധരിപ്പിക്കൽ? സാധാരണക്കാരയിൽ കുടുങ്ങും. ശ്രദ്ധിച്ചു വെച്ചോ. എന്താ അവർ പറയാന്നറിയോ? മുജാഹിദുകളെ, നിങ്ങൾ പറയുന്നുവെന്ന് തഖ്ലീദ് പാടില്ല, അന്ധമായി അനുകരിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ തഖ്ലീദ് പാടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? നിങ്ങളൊക്കെ മുജ്തഹിദുകളാണോ? നിങ്ങളൊക്കെ മുജ്തഹിദുകളല്ലേ? എന്താ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടി നോക്കിയിട്ട് നേരിട്ട് അതിൽ നിന്ന് നിയമങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതൻ. ഞങ്ങൾക്ക് ഒരൊറ്റ ഇമാമിന്റെ അഭിപ്രായം വേണ്ട. ഞങ്ങൾ ഖുർആനും ഹദീസും മറിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് നിയമങ്ങളെ ആവിഷ്കരിച്ച് ഗവേഷണം ചെയ്തെടുക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതന്മാരാണ് ഞങ്ങളുടെ മുഴുവൻ ആളുകളും എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് ജമാഅത്തുകാരടക്കമുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം തഖ്ലീദ് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ മുജ്തഹിദുകളാണ് എന്നല്ല. ഖുർആനും ഹദീസും അവഗാഹമായി പഠിച്ച് ഏത് വിഷയത്തിലും നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് വിധി കണ്ടുപിടിക്കാൻ കഴിവുള്ള പ്രാപ്തരായ പണ്ഡിതന്മാരായ മുജ്തഹിദുകളാണ് മുജാഹിദുകൾ എന്ന് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ അവർ പറഞ്ഞത്? ഈ മുജ്തഹിദിന്റെയും തഖ്ലീദിന്റെയും ഇടയ്ക്കൊരു മാർഗമുണ്ട്.